മക്കളെ, നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ പവർ ഒരു ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. നമുക്ക് ഈ പവർ ഡെസിമലിൽ തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആദ്യമേ നമുക്ക് 256 നോക്കിയേ. 256 എന്ന് പറയുന്നത് 16 × 16 ആണ്. അല്ലെങ്കിൽ നമുക്ക് 16² എന്ന് പറയാം. അതായത് 4/4 എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് 4/4 എന്ന് പറയാം? 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. 16 വീണ്ടും 4 × 4 ആയി. അപ്പം നമുക്ക് 256നെ 4/4 എന്ന് പറയാം, അല്ലെങ്കിൽ 16² എന്ന് പറയാം. അപ്പം നമുക്ക് 256ന് പകരം 4/4 എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ പവറുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. 256 ബേസ് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് പവർ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ 256 the whole raised to 0.16 പ്ലസ് 0.09, അതായത് 0.25 എന്ന് കിട്ടും. അപ്പം നമുക്ക് 0.16ഉം 0.09ഉം കൂടിയാണ് ചേരുന്നത്. 0.16ഉം 0.09ഉം കൂടി ചേർന്നാൽ 0.25 എന്ന് കിട്ടും. ഈ 0.25 എന്ന് പറഞ്ഞാൽ 25/100. കാരണം 0.25 2 ഡെസിമൽ അങ്ങ് മാറ്റാൻ വേണ്ടി നമുക്ക് 2 0 താഴെ ഇട്ടാൽ മതി. 25/100 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 256 the whole raised to 256 the whole raised to 1/4 എന്നല്ലേ കിട്ടിയേ. കാരണം 0.16ഉം 0.09ഉം കൂടി 0.25 കിട്ടും. 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. നമ്മൾ 256 എന്ന് പറയുന്നത് 16² അല്ലെങ്കിൽ 4/4. അപ്പം ഇത് നേരെ 4/4 ആയി. ആ ഹോൾ റേസ് ടു ഇവിടെ ഒരു 1/4 കൂടി ഉണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കിതുപോലെ ഡെസിമൽസ് ഒക്കെയുള്ള പവറിനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് മൈനസ്, പ്ലസ്, ഡെസിമല് ഇങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സാറിനെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ടീച്ചേഴ്സ് മക്കളെ 1-to-1 ആയിട്ട് കൂടുതൽ പ്രാക്ടീസ് തരും. അതുപോലെ തന്നെ PDF ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസ് മക്കൾ തനിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ടീച്ചേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.